ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒട്ടനവധി ദേവതാ സങ്കല്പങ്ങളുണ്ട്. അയ്യപ്പനെന്ന് അയ്യനാരെന്നൊക്കെ പറയുന്ന ദക്ഷിണ ഭാരതത്തിൽ പ്രചരിതമായ ദേവതാ സങ്കല്പം നമുക്ക് വേദത്തിലോ പുരാണത്തിലോ ഉള്ളതല്ല. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന ദേവതാ സങ്കല്പങ്ങളെ പോലുള്ളതാണ്. അതുകൊണ്ട് ഇന്ന പ്രമാണ ഗ്രന്ഥത്തിനനുസരിച്ച് വേദത്തിനനുസരിച്ച് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. പിന്നെ എന്താ ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ? നൂറ്റാണ്ടുകളായി എങ്ങനെയൊക്കെ ആചരിച്ചു പോന്നു, അതിനെ സംബന്ധിച്ച് പ്രാചീന ആചാര്യന്മാർ എന്തൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നു, നമ്മെ നാമാക്കിയ ഗുരുഭൂതന്മാർ എങ്ങനെ കാണിച്ചു തന്നു, ഈ ദൃഷ്ടിയിലാണ് നമുക്ക് നോക്കാനുള്ളത്. സർവോപരി ഒരു കാലഘട്ടത്തിൽ ഒരു ആചാരവിശേഷം തുടർന്നു വന്നതിൻ്റെ പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിൽ നിന്ന് സമൂഹം മാറുന്ന സമയത്ത് അത് പുനഃചിന്തനങ്ങൾക്ക് വിധേയമാകേണ്ടത്. ഇപ്പൊ പറഞ്ഞത് വളരെയധികം ശ്രദ്ധിക്കുക. ഒരു കാലഘട്ടത്തിൽ ഒരാചാരവിശേഷം വന്നതെങ്ങനെ, അത് അശാസ്ത്രീയമാണെങ്കിൽ പോലും അത് വന്ന പശ്ചാത്തലം, കാലഗതിയിൽ മാറ്റങ്ങൾ വന്ന് സമൂഹ ചേതനയിലും വ്യവഹാരങ്ങളിലും മാറ്റങ്ങൾ വരുമ്പോൾ എങ്ങനെയൊക്കെ അത് പുനഃചിന്തനം ചെയ്യപ്പെടണം എന്നുള്ളത്. ഇതെന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവിടെ പലരും തീർത്തും ഹൈന്ദവാചാരക്രമമായ ഹൈന്ദവ വിശ്വാസത്തിനനുസൃതമായി ഉപാസിക്കപ്പെടുന്ന, നിയമമനുസരിച്ചും അപ്രകാരം നിലകൊള്ളുന്ന ശബരിമല ക്ഷേത്ര സങ്കേതത്തെ, ആവർത്തിക്കട്ടെ, തീർത്തും ഹൈന്ദവ വിശ്വാസ ആചാരപ്രകാരം നിലകൊള്ളുന്നതും നിയമപരമായും അങ്ങനെ നിലനിൽക്കുന്നതുമായ ക്ഷേത്ര സങ്കേതത്തെ മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥാനമായി വാഴ്ത്താറുണ്ട്. അങ്ങനെ വാഴ്ത്തുന്നത് സന്തോഷകരം തന്നെയാണ്. എന്നാൽ അയ്യപ്പസ്വാമിയിൽ സമ്പൂർണ്ണ സമർപ്പണ ഭക്തിയോടുകൂടി അവിടെ പോകുന്ന ഭക്തജനങ്ങൾ ഒരു വിശേഷവുമില്ലാതെ, നിങ്ങൾ ഏത് ജാതിയാണെന്നോ ഏത് മതമാണെന്നോ ഏത് ദേശത്തുനിന്ന് വന്ന ആളാണെന്നോ ഉള്ള പരിഗണനയില്ലാതെ എല്ലാവർക്കും അവിടെ സ്വാഗതമുണ്ട് എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നതെങ്കിൽ സ്വീകാര്യമാണ്. എന്നാൽ ആ അർത്ഥത്തിലല്ല പലപ്പോഴും പറയുന്നത്. മറിച്ച് അവിടെ അയ്യപ്പനോട് ചേർന്ന്, ഈ പൂജാവിധാനങ്ങളോട് ചേർന്ന് വാവരുണ്ട്. വാവരാരാണ്? വാവർ മുസൽമാനാണ്. ഇസ്ലാമിക ചര്യയും ഹൈന്ദവ ചര്യയും ഒത്തൊരുമിച്ച് സമഞ്ജസമായി ചേർന്ന് നിൽക്കുന്ന മഹനീയമായ മതേതരത്വത്തിൻ്റെ മാതൃകയാണ് അവിടെ എന്നാണ് പറയുന്നത്. ലളിതമായൊരു ചോദ്യം. ഈ ചോദ്യം ഇവിടെയുള്ള ഈ കൂട്ടത്തിൽ ഉള്ള ഇസ്ലാമിക സഹോദരന്മാരാണ് മറുപടി പറയേണ്ടത്, അഥവാ അവർക്ക് ഉദ്ബോധനം ചെയ്യുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരാണ് മറുപടി പറയേണ്ടത്. കാരണം ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് അല്ലാഹു അല്ലാതെ മറ്റൊരാളെ ഉപാസിക്കാൻ പാടില്ല എന്നല്ല, ഏറ്റവും കൊടിയ പാപം വിഗ്രഹോപാസനയാണ്. അവർ വിഗ്രഹോപാസന ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം, അത് വേറെ വിഷയം, അത് വേറെ പ്രകരണത്തിൽ ചിന്തിക്കേണ്ടതാണ്. പക്ഷേ ഇസ്ലാമിക വിശ്വാസപ്രകാരം അല്ലാഹുവല്ലാതെ മറ്റൊരു ദേവതയെ ഉപാസിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ അപരാധമാണ് വിഗ്രഹോപാസന ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം വിഗ്രഹോപാസന ചെയ്യരുതെന്ന് മാത്രമല്ല, അതിൽ പങ്കുപറ്റാൻ പാടില്ല. പങ്കുപറ്റിയാൽ അത് അനിസ്ലാമികമാണ്. എന്നിരിക്കെ മഹനീയമായ മതേതരത്വത്തിൻ്റെ മാതൃകയായി വാഴ്ത്തി കാണിക്കുന്ന ഈ സംഗതി, ഏത് സംഗതി? അയ്യപ്പസ്വാമിയോട് ചേർന്ന് അവിടെ നിലകൊള്ളുക എന്നുള്ളത് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ? ഇതാണ് ലളിതമായ ചോദ്യമാണ്. അനിസ്ലാമികമാണെങ്കിൽ അനിസ്ലാമികമായത് ചെയ്തിട്ട് അത് മതേതരത്വത്തിൻ്റെ മഹനീയ മാതൃകയായിട്ട് ഉയർത്തി കാണിക്കരുത്. അല്ല, ഇസ്ലാമികമാണെങ്കിൽ തുറന്ന് സമ്മതിച്ച് വരൂ, ക്ഷേത്രോപാസനയ്ക്ക് വരൂ.
ഈ പറഞ്ഞതിൽ എന്തെങ്കിലും യുക്തിരാഹിത്യമുണ്ടെങ്കിൽ ആൾക്കാർക്ക് ചൂണ്ടിക്കാണിക്കാം.